ഒളിവിൽ പോയ നടൻ ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലെന്ന് വിവരം. ഷൈനിന്റെ ടവർ ലൊക്കേഷൻ സൂചിപ്പിക്കുന്നത് നടൻ തമിഴ്നാട്ടിലാണെന്നാണ്. ഇന്നലെ പുലർച്ചെ കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് വിവരം. പ്രതിയല്ലാത്തതിനാൽ അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നാണ് കൊച്ചി സിറ്റി പോലീസിന്റെ നിലപാട്. നടൻ തിരികെ മടങ്ങിയെത്തുമ്പോൾ ചോദ്യം ചെയ്യാനാണ് നീക്കം. ഷൈനിന്റെ മുടി ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും നീക്കമുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധനയിലൂടെ താരം സമീപ മാസങ്ങളിൽ പോലും രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ധൃതിപ്പെട്ട് നടനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കണ്ട എന്നുള്ളത് തന്നെയാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. എന്നാൽ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കാതെ വന്നാൽ കേരള പോലീസ് ആരാണെന്ന് താരം അറിയുമെന്ന മുന്നറിയിപ്പും പോലീസ് നൽകുന്നുണ്ട്. അതേസമയം ഷൈനെ രക്ഷപ്പെടാൻ സഹായിച്ച ആളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. മറുവശത്ത് ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടത് ചർച്ചയാകവേ താൻ എവിടെയെന്ന് ചോദിക്കുന്നവരെ പരിഹസിച്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ട്രോളുകളും പങ്കുവെക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. ശുചിമുറിയിലേക്ക് ഓടിക്കയറി തിരിച്ചിറങ്ങുന്ന വീഡിയോയാണ് ഷൈൻ പങ്കുവച്ചത്. ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടുവെന്ന വാർത്തയ്ക്കും പരിഹാസമുണ്ട്. ഷൈൻ ടോം ചാക്കോ എവിടെയെന്ന് ചോദിക്കുന്നവർക്കായി ഇതാ എക്സ്ക്ലൂസീവ് ഫൂട്ടേജ്. അല്ലാതെ താൻ എന്തു പറയാനെന്ന് കുറിച്ചാണ് ഷൈൻ വീഡിയോ പങ്കുവച്ചത്. 2020 എന്ന സിനിമയിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് മോഹൻലാൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെടുന്നതാണ് മറ്റൊരു വീഡിയോ. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുമായി ചേർത്ത് സമാനമായ പല ട്രോളുകളും വീഡിയോകളും ഷൈൻ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാമിലും നവമാധ്യമങ്ങളിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ പോസ്റ്ററും താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. സിനിമയുടെ അണിയറ പ്രവർത്തകരും വിവാദം കത്തി നിൽക്കുമ്പോൾ തന്നെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടതും ശ്രദ്ധ നേടി. ഒരു നടൻ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് വളരെ വിവാദമായിരുന്നു. പേര് പറയാതെയായിരുന്നു ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്തൽ. പിന്നാലെ സിനിമാ സംഘടനകൾക്കും മോശം അനുഭവമുണ്ടായ സിനിമാ സെറ്റിലെ ICCക്കും നടി പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലൂടെയാണ് നടൻ ഷൈൻ ടോം ചാക്കോയാണ് മോശമായി പെരുമാറിയ നടനെന്ന വിവരം പുറത്തു വന്നത്. അതേസമയം മാധ്യമങ്ങളിലൂടെ താരത്തിന്റെ പേര് പുറത്തു വന്നതിൽ വിൻസി കടുത്ത വിമർശനവും ഉന്നയിച്ചിരുന്നു. നടന്റെ പേര് പുറത്തുവിട്ടത് ശരിയായ നടപടിയല്ലെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീണ അവസ്ഥയാണ് തനിക്കുള്ളതെന്നും ഒരാളുടെ സ്വകാര്യതയ്ക്ക് കോട്ടം വരുത്തിയത് അത്രയും മോശമായി പോയെന്നും വിൻസി മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതിയൊന്നും നൽകാതെ ആരെയും ഉപദ്രവിക്കാതെ എന്റെ നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിലായിരുന്നു. ഇതിപ്പോൾ ഞാനൊരു തുറന്നു പറച്ചിൽ നടത്താതെ തന്നെ പേര് പുറത്തു വന്നത് അയാൾ ഉൾപ്പെട്ട സിനിമകളെ ബാധിക്കില്ലേ? അതിലെനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയാൾ അഭിനയിച്ച സിനിമകൾ ഇനി ആരും എടുക്കാതിരിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. നടന്റെ പേര് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് സജി നന്ദ്യാട്ടിന്റെ പങ്കാണ് പ്രധാനമായും വിൻസി ആരോപിക്കുന്നത്. വളരെ മോശം പ്രവൃത്തിയായി പോയി. ഇനി എന്ത് സംഭവിച്ചാലും എന്റെ നിലപാടുമായി മുന്നോട്ട് പോകില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതല്ലാതെ ഒരു പരാതിക്കും പോകില്ല. ഇനി ഒരു എംപവർമെന്റിനും ഞാനില്ല. എനിക്ക് മതിയായി എന്നുമായിരുന്നു വിൻസിയുടെ പ്രതികരണം. അതിനിടെ കൊച്ചി കലൂരിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടിരുന്നു. ലഹരി ഇടപാടുകാരനെ തേടി ബുധനാഴ്ച രാത്രി 10:45 ഡാൻസ് ഓഫ് സംഘം ഷൈൻ താമസിച്ചിരുന്ന സ്വകാര്യ ഹോട്ടലിലെത്തിയത്. ലഹരി ഇടപാടുകാരന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന. ഷൈൻ ടോം ചാക്കോ ബോൾഗാട്ടിയിലെ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടതായി സംശയിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഒരു കാർ ഹോട്ടലിലേക്ക് പോകുന്നതും അധികം വൈകാതെ തിരിച്ചു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വെള്ള നിറത്തിലുള്ള കാറിൽ വ്യാഴാഴ്ച പുലർച്ചെ 3:12 ഷൈൻ പോയത്. നടൻ ഓൺലൈൻ ടാക്സിയിലാണ് പോയതെന്നാണ് പോലീസ് പറയുന്നത്. കാർ ഹോട്ടലിലെത്തുകയും പിന്നീട് വേഗത്തിൽ മടങ്ങുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അതേസമയം താൻ വരികയും പോവുകയും ചെയ്ത വാഹനങ്ങളുടെ നമ്പർ ഹോട്ടലിലെ CCTVകളിൽ പതിയാതിരിക്കാൻ ഷൈൻ പ്രത്യേക ശ്രദ്ധ നൽകിയെന്ന വിവരവുമുണ്ട്. ബോൾഗാട്ടിയിലെ ഹോട്ടലിലേക്ക് വന്ന ബൈക്ക് ഗേറ്റിന് പുറത്താണ് നിർത്തിയത്. പിന്നീട് നടന്നാണ് നടൻ ഹോട്ടലിലേക്ക് പോയതും. തിരിച്ച് ഓൺലൈൻ ടാക്സി വിളിച്ചപ്പോഴും വാഹനം ഹോട്ടലിന് പുറത്താണ് നിർത്തിയത്. ഹോട്ടലിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്നും വിൽപ്പനക്കാരനായ ഒരാൾ താമസിക്കുന്നുണ്ടെന്നുമുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബുധനാഴ്ച രാത്രി 10:40 പോലീസ് സംഘം ഹോട്ടലിലേക്ക് എത്തിയത്. ഷൈനിന്റെ പേരിലെടുത്ത മുറിയുടെ ബെല്ലടിച്ചതോടെ തുറന്നത് മേക്കപ്പ് മാനായ മുർഷിദാണ്. അനന്തകൃഷ്ണൻ എന്നൊരാളും മുറിയിലുണ്ടായിരുന്നു. ഷൈൻ ഉണ്ടായിരുന്നുവെന്ന് ഇവർ സമ്മതിച്ചു. ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ എന്തിനാണ് നടൻ പിൻവശത്തെ ജനലിലൂടെ ചാടി രക്ഷപ്പെട്ടതെന്നത് പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ ആരോപണത്തിൽ വിൻസിയുടെ മൊഴിയെടുക്കാൻ കുടുംബത്തിന്റെ അനുമതി തേടിയിരിക്കുകയാണ് എക്സൈസ്. എന്നാൽ നിയമ നടപടിക്ക് താല്പര്യമില്ലെന്നും സിനിമയിലെ പരാതി സിനിമയിൽ തീർക്കാമെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്.
ഇക്കാര്യം കുടുംബം ഔദ്യോഗികമായി എക്സൈസിനെ അറിയിച്ചു. വിൻസിയുടെ പിതാവാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. വിൻസിയുടെ ആരോപണങ്ങളിൽ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസിലും ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിൻസിയോട് സംസാരിച്ച ശേഷമാകും കേസെടുക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. മറ്റൊരു പ്രധാന കാര്യം, ആരോപണങ്ങളിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ നിലപാട് ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നതാണ്. ഷൈനിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ താരസംഘടനയായ അമ്മ നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് കൈമാറിയേക്കുമെന്നും സൂചനയുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ. നടിയായ അൻസുബയും വിനു മോഹനും ഉൾപ്പെടുന്നതായിരുന്നു അമ്മയുടെ ആഡ്ഹോക് കമ്മിറ്റി. ഷൈനിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നത് അടക്കം ആവശ്യങ്ങൾ ശക്തമാണ്. വിൻസിയുടെ പരാതിയിന്മേൽ നോട്ടീസ് നൽകാനാണ് സൂത്രവാക്യം സിനിമ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ തീരുമാനം. വിൻസിയുടെ പരാതിയിൽ നിരവധി ആളുകളാണ് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. ഷൈനിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അതേസമയം ഫിലിം ചേംബറും അറിയിച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാവിലെ തൃശ്ശൂരിലെത്തിയ നടൻ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് എന്തായാലും ഇപ്പോഴത്തെ വിവരം. പൊള്ളാച്ചിയിലെ ഒരു റിസോർട്ടിൽ നടനുണ്ടെന്നാണ് സൂചന. ഹോട്ടലിൽ നിന്ന് ചാടിയ നടൻ ഇന്നലെ പുലർച്ചെ തന്നെ കൊച്ചി വിട്ടിരുന്നു. രക്ഷപ്പെട്ട ഹോട്ടലിൽ നിന്നും നഗരത്തിലെ മറ്റൊരു നക്ഷത്ര ഹോട്ടലിലാണ് ഷൈൻ എത്തിയത്. അജ്ഞാതന്റെ ബൈക്കിലായിരുന്നു ഷൈനിന്റെ യാത്ര. ഇവിടെ മുറിയെടുത്ത് തങ്ങിയ ശേഷം പുലർച്ചെയോടെ തൃശ്ശൂരിലേക്ക് കടക്കുകയായിരുന്നു. നിലവിൽ നടൻ തമിഴ്നാട്ടിലാണെന്നാണ് സൂചന. പൊള്ളാച്ചിയിലെ ഒരു റിസോർട്ടിലാണ് മുറിയെടുത്തിരിക്കുന്നത്. അതേസമയം ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തിയത് നഗരത്തിലെ മുഖ്യ ലഹരി വിതരണക്കാരനെ തേടിയെന്നാണ് വിവരം. ഇയാൾ ഷൈനിന്റെ മുറിയിലായിരുന്നുവെന്ന നിഗമനത്തിലായിരുന്നു പരിശോധന. ഡാൻസ് ഓഫ് സംഘം മുറിയിലെ വാതിലിൽ തട്ടിയതോടെ ഇവിടെ സർവീസ് വേണ്ട എന്നായിരുന്നു ഷൈനിന്റെ മറുപടി. പാലക്കാട് സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഷൈനിനൊപ്പം മുറിയിലുണ്ടായിരുന്നത്. എന്നാൽ ഡാൻസ് ഓഫ് സംഘം തേടിയ ലഹരി വിതരണക്കാരനെയും പരിശോധനയിൽ കണ്ടെത്താനായില്ല. പകൽ ഷൈനിന്റെ മുറിയിലെത്തിയ 2 യുവതികളോടും പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു. ഇതിലൊരു യുവതിയുമായി ഷൈൻ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഇവർക്ക് ലഹരി ഇടപാടുമായി ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.